EasyGymന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡിലാണ്. നമ്മുടെ പഴയ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്കമിങ് പേയ്മെൻറ്റ്സ് എന്ന് മാത്രമാണ് കാണുന്നത്. നമുക്കിവിടെ പുതിയ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് വരുന്നത് അപ്കമിങ് പേയ്മെൻറ്റ്സ് ടുമോറോ, ഡേ ആഫ്റ്റർ, അത് 2 ദിവസത്തേക്കുള്ളത് ഏതാണെന്നാണ് ഡിനോട്ട് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ പെൻഡിങ് റിസീവബിൾസ് എന്നുള്ളത് പെൻഡിങ് റിസീവബിൾസ് ഏത് മന്ത് ആണെന്നും കൂടിയാണ് നമുക്കിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസിലാണ്. നമ്പർ ഓഫ് സെയിൽസ് നമ്മുടെ അഡ്മിഷൻ തന്നെയാണ് സെയിം. അതിനകത്ത് നമുക്ക് പഴയതിൽ ക്യാഷ്, ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്ഡേറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ റിസീവ്ഡ്, ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് കസ്റ്റമർ ഏത് മോഡ് വഴിയാണ് ഏത് മോഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തിയെന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടാവും. ക്യാഷ് വഴിയാണോ, UPI വഴിയാണോ, കാർഡ് വഴിയാണോ എന്നുള്ളതിൻ്റെ ക്ലീൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഉണ്ടായിരിക്കുക. പിന്നെ റിസീവ്ഡ് പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്താലും നമുക്ക് എത്ര എമൗണ്ട് എങ്ങനെയാണ് ക്യാഷ് ആയിട്ടാണോ കിട്ടിയത്, UPI മോഡലാണോ കിട്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ റിസീവ്ഡ് പേയ്മെൻറ്റ്സ് എത്രയാണെന്നാണ് കാണിച്ചു തരുന്നത്. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും.